ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി വീണ്ടും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. 25,048 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 241 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 727 പോയിൻറ്റ്സ് കുറഞ്ഞ് 58,473 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 57,145 ക്ലോസ് ചെയ്തപ്പോൾ 1,045 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 324 പോയിൻറ്റ്സ് കുറഞ്ഞ് 16,352 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 14.19 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 769 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 81,537 ക്ലോസ് ചെയ്തു. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA ഇന്ന് 4,102 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII കനത്ത സെല്ലിംഗ് തുടരുകയാണ്. 4,113 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,585 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,232 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,157 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,289 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 25,048 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 646 പോയിൻറ്റിന് ഇടിവാണ് ഈ ആഴ്ച നിഫ്റ്റി 50യിൽ ഉണ്ടായിരിക്കുന്നത്. 2.51% ഫോളോ കണ്ടു. നിഫ്റ്റിയുടെ ഈ വർഷത്തിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,048 നിൽക്കുമ്പോൾ 4.14% ഫോളോ കണ്ടു. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2025 ഫെബ്രുവരിയിൽ 1 തീയതി 23,508 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,048 നിൽക്കുമ്പോൾ 6.55% പ്രോഫിറ്റ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നല്ലൊരു ഇടിവാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. DIA FI ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച DIA എല്ലാ ദിവസവും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അതുപോലെ FII എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. DIA 20,746 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അതുപോലെ FII 14,651 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഈ ആഴ്ച. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെൻസെക്സ് എന്നിവയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 1,622 പോയിൻറ്റിൻ്റെ ഇടിവാണ് നിഫ്റ്റി ബാങ്ക് നടത്തിയത്. 2.70% ഫോളോ കണ്ടു. നിഫ്റ്റി മിഡ് ക്യാപ് 2,722 പോയിൻറ്റിൻ്റെ ഇടിവ് കണ്ടപ്പോൾ 4.55% ഫോളോ കണ്ടു. നിഫ്റ്റി സ്മോൾ ക്യാപ് 1,009 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 5.81% ഫോളോ കണ്ടു. സെൻസെക്സ് 2,032 പോയിൻറ്റിൻ്റെ ഇടിവാണ് കണ്ടത്. 2.43% ഫോളാണ് നടത്തിയത്. സെക്ടർ വൈസ് ഇന്നത്തെ സെക്ടർ വൈസ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻ കാണുന്ന എല്ലാ സെക്ടേഴ്സ് ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിഫ്റ്റി PSU ബാങ്ക് അബൌട്ട് 2% ഫോളോ നടത്തി. നിഫ്റ്റി മീഡിയ അബൌട്ട് 2% ഫോളോ നടത്തി. നിഫ്റ്റി റിയാലിറ്റി ഇന്നും നല്ല ഇടിവ് കണ്ട് അബൌട്ട് 3% ഫോളാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 26,804 ക്ലോസ് ചെയ്തപ്പോൾ 305 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 648 പോയിൻറ്റ്സ് കുറഞ്ഞ് 33,098 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,821 ക്ലോസ് ചെയ്തപ്പോൾ 328 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 316 പോയിൻറ്റ്സ് കുറഞ്ഞ് 51,662 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 13,957 ക്ലോസ് ചെയ്തപ്പോൾ 116 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 153 പോയിൻറ്റ്സ് കുറഞ്ഞ് 8926 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 63 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 38,238 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 34 പോയിൻറ്റ്സ് കുറഞ്ഞ് 1351 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 95 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 11,477 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 136 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,306 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 205 പോയിൻറ്റ്സ് കുറഞ്ഞ് 21,722 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8,781 ക്ലോസ് ചെയ്തപ്പോൾ 203 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 756 ക്ലോസ് ചെയ്തപ്പോൾ 26 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഇന്ന് കാണാൻ സാധിച്ചത്. സെക്ടർ വൈസ് ഈ ആഴ്ചത്തെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ, അതായത് മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ 791 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 2.87% ഫോളോ നടത്തി. നിഫ്റ്റി എനർജി 1248 പോയിൻറ്റിൻ്റെ ഫോളോ ഉണ്ടായി. 3.63% ഫോളോ കണ്ടു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 2.55 പോയിൻറ്റ്സിൻ്റെ ഫോളോ നടത്തി. 701 പോയിൻറ്റ്സ് കുറഞ്ഞു. നിഫ്റ്റി FMCG 480 പോയിൻറ്റ്സ് കുറഞ്ഞ് 0.92% ഫോളോ കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 431 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് കാണാൻ സാധിച്ചത്. 3% ഫോളോ ആണ് നടത്തിയത്. നിഫ്റ്റി ഫാർമ
നിഫ്റ്റി ഇൻഫ്ര 326 പോയിൻറ്റ്സ് കുറഞ്ഞ് 3.53% ഫോൾ കണ്ടു. നിഫ്റ്റി IT 848 പോയിൻറ്റ്സ് ആണ് കുറഞ്ഞത്, 2.17% ഫോൾ കണ്ടു. നിഫ്റ്റി മീഡിയ 59 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 4.18% ഫോളാണ് നടത്തിയത്. നിഫ്റ്റി മെറ്റൽ 122 പോയിൻറ്റ്സ് കുറഞ്ഞ് 1.05% ഫോൾ കണ്ടു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 441 പോയിൻറ്റ്സ് കുറഞ്ഞ് 3.76% ഫോൾ കണ്ടു. നിഫ്റ്റി ഫാർമ 499 പോയിൻറ്റ്സ് കുറഞ്ഞ് 2.23% ഫോൾ നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 233 പോയിൻറ്റ്സ് കുറഞ്ഞ് 2.59% ഫോൾ കണ്ടു. നിഫ്റ്റി റിയാലിറ്റി സെക്ടറാണ് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ഇടിഞ്ഞത്, 11.33% ഫോൾ നടത്തി. 96 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 702 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2233 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡി 1.49% റാലി നടത്തി. ടെക് മഹീന്ദ്ര 0.81% റാലി നടത്തി. HUL 0.79%, ഹിൻഡാൽകോ 0.62%, ONGC 0.60%, ബജാജ് ഓട്ടോ 0.46%, ഇൻഫോസിസ് 0.44%, TCS 0.38%, HCL Tech 0.23% ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽ 0.09% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി ഗ്രൂപ്പുകളെല്ലാം നല്ല ഇടിവാണ് കാണാൻ സാധിച്ചത്. അദാനി എൻ്റർപ്രൈസ് 10.65% ഫോൾ കണ്ടു. അദാനി പോർട്സ് 7.48% ഫോൾ നടത്തി. ഇറ്റേണൽ 6.23%, ഇന്റർഗ്ലോബ് ഏവിയേഷൻ 4.17%, സിപ്ല 4.04%, ജിയോ ഫിനാൻസ് 3.69%, ആക്സിസ് ബാങ്ക് 2.84%, ബജാജ് ഫിൻസർവ് 2.21%, പവർ ഗ്രിഡ് 1.97% ആൻഡ് മാരുതി സുസുക്കി 1.88% ഫോളാണെന്ന് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ ബയേഴ്സ് എല്ലാ റെക്കമെൻഡേഷൻ എല്ലാം ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.